السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقيل يا أرض أبلغي ماءك ويا سماء واقلعي وغيض الماء وقضي الأمر واستوت على الجود وقيل بعدا لقوم الظالمين. ونادى نوح ربه فقال رب إن ابني من أهلي وإن وعدك الحق وأنت أحكم الحاكمين. قال يا نوح إنه ليس من أهلك إنه عمل غير صالح فلا تسألني ما ليس لك به علم إني أعظك أن تكون من الجاهلين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. സൂറത്ത് ഹൂദിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 43 ആയത്തുകൾ ഇതിനകം നാം മനസ്സിലാക്കുകയുണ്ടായി. അവസാനമായി നാം പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം കപ്പൽ നിർമ്മിക്കുകയും അങ്ങനെ വിശ്വസിച്ചിട്ടുള്ള ആളുകളോട് കപ്പലിൽ കയറാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ ആ കൂട്ടത്തിൽ കപ്പലിതാ പുറപ്പെടാൻ പോകുന്നു. ആ ഒരു സന്ദർഭത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനെ വിളിച്ചു പറഞ്ഞു നോക്കി, മകനെ കപ്പലിൽ കയറിക്കോ എന്ന് പറഞ്ഞെങ്കിലും മകൻ അത് കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, അവൻ പറഞ്ഞത് വെള്ളത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുന്ന വല്ല മലയിലേക്കും പോയി ഞാൻ അഭയം പ്രാപിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നൂഹ് നബിയുടെ വാക്ക് കേൾക്കാതിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ആ വെള്ളപ്പൊക്കത്തിൽ നൂഹ് നബിയുടെ മകനും ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിച്ചാവുന്നവരിൽ ഉൾപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ എടുത്ത് പറയുകയാണ്. അവിടെ നമുക്കറിയാം, ഒരു പ്രളയം, ഒരു തൂഫാൻ, അള്ളാഹുവിൻ്റെ തീരുമാനം വന്നാൽ അല്ലെങ്കിൽ കൽപ്പന വന്നാൽ വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് പ്രളയം ഉണ്ടാകുന്നത്. നമ്മൾ തന്നെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിച്ചവരാണ്. എത്ര വേഗമാണ് പ്രളയമുണ്ടായത് എന്ന് നമുക്കറിയാം. അതുപോലെ ഇവിടെ വമ്പിച്ച തൂഫാൻ, ആ സാഹചര്യമൊക്കെ ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കപ്പലിൽ കയറി കപ്പൽ അങ്ങനെ സഞ്ചരിച്ചു. വിശ്വസിക്കാത്ത മുഴുവൻ ആളുകളും മുങ്ങിച്ചത്തുപോയി. എന്നിട്ട് ആ ജലത്തോട് അല്ലാഹു തആല പറയുക, അല്ലെങ്കിൽ ആ വെള്ളത്തോട് പറയപ്പെട്ട കാര്യം ഈ സൂറത്ത് ഹൂദിലെ 44-ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത് ഇങ്ങനെ: വഖീല യാ അർളു, വഖീല പറയപ്പെട്ടു. ആരോട്? യാ അർളു, ഭൂമിയെ. യാ അർളു ബിലഇ മാഅക്, നിന്റെ വെള്ളം ഭൂമിയോട് പറയാണ്, ഭൂമിയിൽ നിന്ന്
ഉറവുകൾ പൊട്ടി വലിയ തൂഫാനായി മാറിയ ആ വെള്ളത്തോടാണ് അള്ളാഹ് തിരിച്ചു പറയുന്നത്, ഭൂമിയെ ആ വെള്ളത്തെ മുഴുവനും നീ വിഴുങ്ങണം. വയാസമാഉ ആകാശമേ അഖ്ലഈ നീ വിരമിക്കണം, നീ നിർത്തൽ ചെയ്യണം വെള്ളം. അങ്ങനെ വഗീലൽ മാഉ അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം വറ്റി. അറിയണം നമ്മൾ, ശക്തമായ തൂഫാൻ വെള്ളപ്പൊക്കമുണ്ടായി. കപ്പല് ജൂതി പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്ന് അവിടെ നിന്നു. രക്ഷപ്പെടേണ്ടവരൊക്കെ രക്ഷപ്പെട്ടു, അല്ലാത്തവരൊക്കെ വെള്ളത്തിൽ നാശമടഞ്ഞു. അങ്ങനെ വീണ്ടും വീണ്ടും ശക്തമായ വെള്ളപ്പൊക്കം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ വെള്ളത്തോടാണ് പറയുന്നത്, യാ അർളു ഭൂമിയെ, ഭൂമിയോട് പറയുന്നു, വഖീല യാ അർളു ബിലഈ മാഅക്കി നിന്റെ വെള്ളം ഇത്ര മതി, സ്റ്റോപ്പ്. ആകാശത്തോട് പറയുന്നു, വയാ സമാഉ അഖ്ലഈ ആകാശമേ നീ നിർത്തണം, വെള്ളം ധാരാളമായിട്ടുണ്ട്, നീ വിരമിക്കണം. അങ്ങനെ വഗീലൽ മാഉ വെള്ളം പരിപൂർണമായും വറ്റി. വഖുളിയൽ അംറു അള്ളാഹുവിൻ്റെ കൽപ്പന തീർത്തും അള്ളാഹുവിൻ്റെ തീരുമാനം എന്തൊക്കെയാണോ അതെല്ലാം വളരെ കൃത്യമായി ഇവിടെ നടന്നു കഴിഞ്ഞു. അങ്ങനെ വസ്തവത്ത് അലൽ ജൂതി കപ്പൽ നേരെ ജൂതി മലയുടെ മേൽ ചെന്ന് അവിടെ ഉറച്ചു നിന്നു. എന്നിട്ട് അല്ലാഹ് പറയാ, വഖീല ബുഅദൻ ലിഖൗമിൽ ളാലിമീൻ അക്രമികളായ ജനങ്ങൾക്ക് എത്രമാത്രം വിദൂരമാണ്. വഖീല പറയപ്പെട്ടു, ബുഅദൻ അതിവിദൂരത്താണ്, ലിഖൗമിൽ ളാലിമീൻ ളാലിമീങ്ങളായിട്ടുള്ള അക്രമകാരികളായിട്ടുള്ള ജനത എത്രയോ വിദൂരത്താണ്. ഏതിൽ നിന്ന്? അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്തിൽ നിന്നും അവർ എത്രയോ വിദൂരമാണ്, അക്രമികൾ എത്രയോ വിദൂരമാണ് എന്നാണ് ഈ ആയത്ത് പറയുന്നത്. ഇവിടെ അതികഠിനമായ ശക്തമായ മഴ ആകാശത്ത് നിന്ന് വർഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം, ഭൂമിയിൽ എല്ലായിടത്തു നിന്നും ഉറവ് ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ആ സമയത്ത് അങ്ങനെ ജലപ്രളയം ഉണ്ടായിത്തീരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കപ്പലിൽ കയറേണ്ടവരോട് കയറാൻ പറയുന്നു. അങ്ങനെ അവർ രക്ഷപ്പെടുന്നു. അത് കഴിഞ്ഞ് ഈ കുത്തിച്ചൊരിയുന്ന മഴവെള്ളം, ആ വെള്ളം വീണ്ടും അത് സ്റ്റോപ്പാകാൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് കൽപ്പനയുണ്ടാകുന്നു. ആ നിലക്കാണ് ആ വെള്ളം നിലച്ചത്. അങ്ങനെ കപ്പൽ ജൂതി മലയിൽ അവിടെ തമ്പടിച്ചു. പക്ഷേ രക്ഷപ്പെടേണ്ടവരൊക്കെ രക്ഷപ്പെട്ടു, അല്ലാത്തവരൊക്കെ നാശമടയുകയും ചെയ്തു. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഒരു ബാപ്പയ്ക്ക് ഉണ്ടാകേണ്ട ഒരു വേദന, ഏതൊരു ബാപ്പയ്ക്കും ഉണ്ടാകുന്ന ഒരു വേദന, തൻ്റെ മകനെ കൺമുമ്പിൽ വെച്ച് മകനോട് എന്തുമാത്രം പറഞ്ഞു നോക്കി, ഉപദേശിച്ചു നോക്കി, പക്ഷെ മകൻ അത് കൂട്ടാക്കിയില്ല. ആ ഒരു വിഷമം, സങ്കടം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിനോട് പറയുന്ന ഒരു രംഗമുണ്ട്. അതിങ്ങനെയാണ്, വനാദാ നൂഹുൻ റബ്ബഹു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഫഖാൽ അദ്ദേഹം പറഞ്ഞു, റബ്ബി റബ്ബേ ഇന്ന ബിനി മിൻ അഹ്ലി എൻ്റെ മകൻ എൻ്റെ കൂട്ടത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വീട്ടുകാരിൽ അഥവാ എൻ്റെ സ്വന്തക്കാരിൽപ്പെട്ടവനാണ് റബ്ബേ. വഇന്ന വഅദകൽ ഹഖ്ഖു നിന്റെ വാഗ്ദാനം തീർച്ചയായും അത് സത്യം തന്നെയാണ്. എന്നാലും വഅൻത അഹ്കമുൽ ഹാകിമീൻ റബ്ബേ നീയാണ് വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നന്നായി വിധി നൽകുന്നവൻ റബ്ബേ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുക. എന്താ പറഞ്ഞതിനർത്ഥം? മകൻ ഇങ്ങനെ സംഭവിച്ചു പോയി, അവൻ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വീട്ടുകാരിൽ, എൻ്റെ സ്വന്തത്തിൽപ്പെട്ടത് തന്നെയാണ് എന്ന മനസ്സിൻ്റെ ഒരു വേദന, ഒരു സങ്കടം ഉണ്ടല്ലോ, ആ സങ്കടം റബ്ബിനോട് പറയാ. ആ സമയത്ത് റബ്ബ് പറയുന്ന ഒരു മറുപടിയോട് കേട്ടോളൂ. ഖാല യാ നൂഹ്, നൂഹേ, അല്ലാഹു തആല പറയാണ്, നൂഹേ
ഇന്നഹു ലൈസ മിൻ അഹ്ലിക, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. എന്താ ഈ പറയുന്നത്? ഒരു ബാപ്പ മോന്റെ കാര്യം പറയാ, ആ മോന്റെ കാര്യം അല്ലാഹ് പറയാ സ്വന്തം ബാപ്പനോട്, നൂഹേ അവൻ നിന്റെ ആളല്ല, അവൻ നിന്റെ വീട്ടുകാരിൽ നിന്റെ സ്വന്തക്കാരിൽ പെട്ടവനല്ല. കാരണം എന്താണെന്നറിയോ? ഇന്നഹു അമലുൻ ഗൈറ സ്വാലിഹ്, അവൻ നല്ലതല്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം അവൻ നല്ലതല്ല ചെയ്തത്. അവന് നീ പറഞ്ഞത് കേട്ടോ? കേട്ടില്ലല്ലോ. അതുകൊണ്ട് നല്ല കാര്യം ചെയ്യാത്ത ഒരുത്തനാണ് നിന്റെ മകൻ. അതുകൊണ്ട് ഫലാ തസ്അൽനി, നീ എന്നോട് ചോദിക്കരുത്, മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച്. അള്ളാഹുവിന്റെ താക്കീത് ആരോടാ ഇത്? പ്രവാചകനോടാ. പ്രവാചകനോടാണ് ഈ പറയുന്നത്. സ്വന്തം മകന്റെ കാര്യമാണ് ബാപ്പ അള്ളാഹുവിനോട് പറയുന്നത്. പക്ഷെ അള്ളാഹു തിരുത്തുന്നു, നൂഹേ അവൻ നിന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. കാരണം അവൻ നന്നല്ലാത്ത പ്രവർത്തനം നടത്തിയവനാണ്, അങ്ങനെയുള്ള ആളാകുന്നു. ആകയാൽ ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം, നൂഹേ നിനക്കറിയില്ലാത്ത കാര്യങ്ങൾ നീ എന്നോട് ചോദിക്കരുത്. മാത്രമല്ല ഇന്നി അഇലുക, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്, അൻ തകൂന മിനൽ ജാഹിലീൻ, നീ വിഡ്ഢികളുടെ കൂട്ടത്തിലായി പോകും, നീ വിഡ്ഢികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നിനക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നീ എന്നോട് ചോദിക്കരുത്. അതുകൊണ്ട് നിന്നീ പറയുന്ന മകൻ നിന്റെ അഹ്ലിൽപ്പെട്ടവനല്ല. വീണ്ടും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് കാല തെറ്റ് പറ്റിയല്ലോ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ അള്ളാഹു തിരുത്തി, അതൊരു തെറ്റായി, ഞാൻ ചോദിച്ചത് ശരിയല്ല എന്ന് നൂഹ് നബിക്ക് ബോധ്യം വരിക. ആ സമയത്ത് കാല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലക ബിഹി ഇൽം, എനിക്ക് അറിയാത്ത കാര്യങ്ങൾ റബ്ബേ, എനിക്കറിവില്ലാത്ത വിഷയത്തെ സംബന്ധിച്ച് നിന്നോട് ഞാൻ ചോദിച്ചതിനെ കുറിച്ച് ഞാൻ നിന്നോടിതാ ശരണം തേടുന്നു. ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് ശരണം തേടുന്നു റബ്ബേ. എന്തിനെ കുറിച്ച്? അൻ അസ്അലക, ഞാൻ ചോദിച്ചല്ലോ, മാ ലൈസ ലക ബിഹി ഇൽമുൻ, എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ചോദിച്ചു പോയി റബ്ബേ. വഇല്ലാ തഗ്ഫിർലി വതർഹംനി, പടച്ചോനെ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ തെറ്റ് പറ്റി റബ്ബേ, ചോദിക്കാൻ പറ്റാത്തതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് റബ്ബിനോട് അങ്ങട്ട് മാപ്പപേക്ഷിക്കുകയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. വഇല്ലാ, പടച്ചോനെ, വഇല്ലാ തഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനി, എന്നോട് കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ, അകും മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടകാരികളിൽ പെട്ടവനായി തീരും റബ്ബേ. അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം റബ്ബേ എന്ന് അള്ളാഹുവിനോട് മനം നൊന്ത് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങളൊന്നും നടക്കുക. നമ്മൾ നമ്മുടേതാണെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ നമ്മുടേതല്ല. അള്ളാഹിന്റെ തീരുമാനം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ആരൊക്കെ ഒരുമിച്ചുണ്ടാകും, ആരൊക്കെ വേറിട്ട് പോകും, ഇതൊന്നും പറയാൻ പറ്റൂല. അവിടെ നമ്മൾ അറിയേണ്ട ഒരു സംഗതി വെച്ചാൽ, എനിക്ക് കിട്ടാൻ പോണത് എൻ്റെ അമലും എൻ്റെ കാര്യങ്ങളും മാത്രമാണ്. വേറുള്ള ഒരുത്തൻ്റെ നിൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ വരൂല. അതുപോലെ തന്നെ എൻ്റെത് വേറൊരുത്തൻ്റെയിലേക്ക് പോണില്ല. അപ്പം നമ്മൾക്ക് രക്ഷ കിട്ടണോ? നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ചെയ്തത് വെച്ചിട്ട് മോനെ രക്ഷപ്പെടുത്താൻ നമ്മൾ നല്ല തൗഹീദ് അനുസരിച്ച് ജീവിക്കുക. മോൻ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാ മോനെ രക്ഷപ്പെടുത്താൻ കഴിയുക? മകനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും? തൻ്റെ ഭാര്യയാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ ഭാര്യയെ ഭർത്താവിന് എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും? രക്ഷപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹിനോട് പറഞ്ഞത് കൊണ്ടായില്ല. അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാം പ്രവാചകന്റെ അനുഭവമാണിത്. പിന്നെ എങ്ങനെയാ ബാക്കി സാധാരണക്കാരന് കിട്ടുക?
അല്ലാഹു തആല വളരെ കൃത്യമായി നൂഹ് അലൈഹിസ്സലാമിനോട് പറയാ, അവൻ നിന്റെ മോനല്ല എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ കൂട്ടക്കാരിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് വലാ തസ്അൽനി, നീ എന്നോട് ചോദിക്കണ്ട, മാ ലൈസ ലക ബിഹിൽ, നിനക്കറിയാത്ത കാര്യമൊന്നും എന്നോട് ചോദിക്കണ്ട. അത് ഭയങ്കര തെറ്റായി എന്ന് നൂഹ് അലൈഹിസ്സലാമുക്ക് തോന്നിയിട്ട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടുകയാണ്. പടച്ചോനെ, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, എന്നോട് കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നഷ്ടകാലിൽ പെട്ടുപോകും റബ്ബേ എന്ന് പറയാ. ഇതിൽ ഒരുപാട് പാഠമുണ്ട് നമ്മൾക്ക്. നമ്മളെ കുടുംബം, നമ്മൾ ഒരുമിച്ചുള്ള ആളുകൾ, അവരെയൊക്കെ നല്ല മാർഗത്തിലൂടെ കൊണ്ടുപോയെങ്കിലേ ഒന്നിച്ച് സ്വർഗപ്രവേശം സാധ്യമാകൂ എന്ന ഒരു പാഠം ഇതിലുണ്ട്. വാപ്പ നേരായതുകൊണ്ട് മക്കൾ കഴിച്ചിലാവില്ല, മക്കൾ നേരായതുകൊണ്ട് വാപ്പയും കഴിച്ചിലാവില്ല, കുടുംബം ഒന്നായിട്ട് കഴിച്ചിലാവില്ല. ഖുർആന്റെ കൽപ്പനകളൊക്കെ എപ്പോഴും ഒറ്റക്കല്ല, എല്ലാവരോടും പറയുന്നത്. ഒരു വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരോടും ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ, നീ കാക്കണം, നിന്റെ കുടുംബത്തെയും നോക്കണം, വീട്ടുകാരെ നോക്കണം. ഇത് ഖുർആന്റെ ഒരു കൽപ്പന. അപ്പം അതിൽ നമ്മളൊക്കെ ഭാഗവാക്കാണ്, നമുക്കൊക്കെ ബാധ്യത ഉണ്ട്. ഈ ബാധ്യതകൾ മനസ്സിലാക്കി നമ്മൾ രക്ഷപ്പെടാനുള്ള പരിശ്രമം നടത്തുക. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നൊക്കെ പാഠം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അതൊരു ഒരു മാറ്റം വരുത്താൻ നമ്മൾക്കത് കാരണമാകണം. ആ നിലക്ക് എല്ലാം നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള സന്മനസ് അള്ളാഹു തആല നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. രോഗികളായി കിടക്കുന്നവർക്ക് അള്ളാഹു തആല ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.